വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ്. ഇന്ന് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത്. അപ്പൊ കുറെ നാൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് ദേവീനെ കാണാനും ഒക്കെ അവിടെ പോകാനും ഒക്കെ. അപ്പം എല്ലാവരും പറയായിരുന്നു ദേവി അങ്ങോട്ട് വിളിച്ചാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി. എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഉള്ള ചേച്ചി ഞങ്ങളോട് ചോദിച്ചു നമുക്ക് എന്നാ പോയാലോ അമ്പലത്തിലോട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനമായിരുന്നു അമ്പലത്തിൽ പോകാനൊക്കെ. അപ്പൊ ഞങ്ങള് പോകുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത്, എവിടെയൊക്കെയാണ് സ്റ്റേ ചെയ്തത്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ശരണ ചേച്ചിയാണ് നമ്മുടെ ഈ ഒരു ചെറിയ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്തതും റൂമിന്റെ കാര്യം എല്ലാം സെറ്റ് ആക്കിയത്. അപ്പൊ ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി നാട്ടം ഗവൺമെന്റ് കോളേജില് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസറാണ്. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞക്കിളിയാണ് എൻ്റെ അമ്മ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാമായിരുന്നു, തിരുപ്പതിയിൽ ഞാനും അമ്മയും ഒരുമിച്ചാണ് പോയത്. എന്നെ കളിയാക്കാരും കുറ്റം പറയാനുമൊക്കെ മുൻപന്തി നിൽക്കുന്ന ആളാണിത്. മൈ സപ്പോർട്ടർ, ബാക്ക് ബോൺ എന്നൊക്കെ പറയാം. അങ്ങനെ നമ്മൾ കോട്ടയത്ത് നിന്ന് 5:35 ട്രെയിനിന് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനി എറണാകുളത്ത് നിന്ന് 8:25 നമുക്ക് എറണാകുളം ടു ഓക്ക ട്രെയിനിലാണ് കയറേണ്ടത്. ഞങ്ങളങ്ങനെ ട്രെയിനിലൊക്കെ കയറി രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇറങ്ങേണ്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബൈണ്ടൂർ മൂകാംബികം റോഡിലാണ്. നമ്മളത് രാവിലെ ഒരു 7-7:30 ആകുമ്പോൾ ബൈണ്ടൂരിൽ നമ്മൾ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് ബസ് സ്റ്റാൻഡിലോട്ടാണ്. നമുക്കൊന്നെങ്കിൽ വണ്ടി പിടിച്ച് പോകാം, അല്ലെങ്കിൽ ബസ്സിന് പോകാം. ഇവിടുന്ന് ബസ് പിടിക്കണമെങ്കിൽ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് ഒരു 1 കിലോമീറ്റർ നടന്നാൽ മതി. ആദ്യം കാണുന്ന റൈറ്റ് തിരിയുക, പിന്നെ ലെഫ്റ്റ് തിരിയുക. അപ്പം റൈറ്റ് സൈഡായിട്ട് ബസ്സുകൾ അവിടെ കിടപ്പുണ്ട്. ചേച്ചിക്ക് വഴിയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് തന്നെ പോകാനാണ് തീരുമാനിച്ചത്. ഇതാണ് ശ്രീ മൂകാംബിക ബസ് സ്റ്റാൻഡ്. നമുക്കിനി മൂകാംബികയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് പോകാം. ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ലോഡ്ജിലാണ് ഞങ്ങൾ താമസിച്ചത്. ശ്വേത ലോഡ്ജ് എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ ഒരു 12 മണിക്കൂറിന് 1500 രൂപയാണ് വരുന്നത്. ഞങ്ങൾ ചെന്നു, ഞങ്ങൾ ലഗേജൊക്കെ വെച്ചു. ഇനി നമുക്ക് പോയി ഫുഡും എല്ലാം കഴിക്കണം. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു മഹാലക്ഷ്മി വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് അത്യാവശ്യം റീസണബിൾ ചാർജുമായിരുന്നു. എങ്ങനെയുണ്ട് ഫുഡ്? ഇത് ഫുഡല്ല, ഇഡലിയാണ്. ഇഡലി എന്ന് പറഞ്ഞാൽ വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലത്തെ ഇഡലിയാണ്. നല്ല ചമ്മന്തി, നല്ല സാമ്പാർ, നല്ല മുരിങ്ങ വട. ചേച്ചിയുടെ ഫുഡ് എങ്ങനെയുണ്ട്? എനിക്ക് ഇവിടുത്തെ പുട്ടും കടലയും വലിയ ഇഷ്ടമാണ്. ലോകത്ത് ഇവിടെ പുട്ടിന്റെ കൂടെ ചമ്മന്തി കിട്ടുന്ന ആദ്യത്തെ കടയിലെ പുട്ടും കടലയും സൂപ്പർ കോമ്പിനേഷനാണ്. അത് റേറ്റും കുറവാണ്, വളരെ 49 രൂപയൊക്കെ. ഇത്രയും നല്ല ഫുഡ് തോന്നുന്നു ഇവിടെ അടുത്ത് വേറെ തോന്നുന്നു, എനിക്കറിയത്തില്ല. അതെ, ഭയങ്കര അതായിരിക്കും ഭയങ്കര തിരക്ക്. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. കുഴപ്പം കഴിച്ചിട്ടില്ല, ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡ്. നല്ല പുളിയൊക്കെ ഉണ്ട്, നല്ല നല്ല ക്രിസ്പിയാണ്. ലാസ്റ്റ് ബില്ല് കണ്ടാലും നിങ്ങൾ എല്ലാരും കേട്ടു. ഇതാണ് നമ്മൾ കഴിച്ച ഫുഡിന്റെ ബില്ല്. മഹാലക്ഷ്മി റെസിഡൻസി അമ്പലത്തിന് തൊട്ടടുത്ത് വരുന്നതാണ് ഹോട്ടൽ എന്ന് പറയുന്നത്. ബ്രൂ കോഫി, 2 സെറ്റ് പുട്ട്, കടലക്കറി, ഇഡലി വട, പ്ലെയിൻ ദോശ എല്ലാം കൂടെ ചേർത്ത് ആകെ വന്ന എമൗണ്ട് 277 രൂപ. നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഫുഡുമാണ്. എല്ലാവരും വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ സൗപർണിക നദിയിൽ മുങ്ങിക്കുളിക്കാനാണ് പോകുന്നത്.
ഇവിടെ എല്ലാ ഭക്തജനങ്ങളും ദേവിയെ കാണുന്നതിന് മുന്നേ തന്നെ ഇവിടെ വന്ന് സ്നാനം ചെയ്യാറുള്ളതാണ്. ഇവിടെ തൊട്ടടുത്താണ് ഈ നദി വരുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നാൽ മതി. വേണമെങ്കിൽ ഓട്ടോയ്ക്കും പോകാം. പോകുന്ന വഴിയെല്ലാം നല്ല കുളിർമയേകുന്ന ഒരു വഴിക തന്നെയായിരുന്നു. അതുപോലെ തന്നെ കുറേ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് വഴി വെച്ച് കാണാമായിരുന്നു. ഈ നദിയെ നമ്മൾ കൊല്ലൂർ നദിയെന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ കുറേ ഔഷധ ഫലങ്ങൾ നിറഞ്ഞ വനങ്ങളാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ എല്ലാം ഈ ജലത്തിലും കാണപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ജലത്തിൽ മുങ്ങി കുളിച്ചാൽ നമ്മുടെ പാപമോചനവും അതുപോലെ തന്നെ ശരീരത്തിലെ അസുഖങ്ങളും എല്ലാം മാറുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗരുഡ ഭഗവാൻ ദേവിയെ കാണുന്നതിന് മുന്നേ ഇവിടെ വന്ന് തപസ് അനുഷ്ഠിച്ചെന്നും പറയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്ര പരിസരത്ത് തന്നെ തിരിച്ചെത്തി. അവിടെ ഒരു കടയിൽ കയറി ദേവിയുടെ ഒരു ഫോട്ടോയും പിന്നെ ചരടുമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലോട്ട് ചെന്നൊന്ന് ഫ്രഷനപ്പായിട്ട് ഇനി ദേവിയെ കാണാൻ പോകാനാണ് തീരുമാനിച്ചത്. വീഡിയോ ഓക്കെ. പിന്നെയും ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നു. ഓക്കെ, ഇനി ഇവിടുത്തെ മീൽസും വെജ് നൂഡിൽസും നമുക്ക് ട്രൈ ചെയ്യണം. സെയിം ഹോട്ടൽ, എല്ലാം സെയിം. മഹാലക്ഷ്മിയുടെ സൗത്ത് ഇന്ത്യൻ മീൽസിനകത്തുള്ളത് പപ്പടം ഉണ്ട്, ഒരു കുഴിച്ചാന്ന് തോന്നുന്നു, പിന്നെ ചോറ്, പായസം, തൈര്, അവിയല്, കടല ചേർത്ത് എന്തോ ഒരു തോരൻ പോലെ, രസം, സാമ്പാർ, ഇത് ചപ്പാത്തിക്ക് കൂടെ കഴിക്കാനുള്ള എന്തോ മസാലക്കറിയാണെന്ന്. ഓക്കെ, അപ്പൊ എൻജോയ് ദ മീൽ. ഞാനാണല്ലേ, കുളിച്ചയല്ല, കുളിച്ചാകുമ്പോൾ ഫില്ലിങ് വരുമല്ലോ അല്ലേ. കഴിച്ചു നോക്കിയോ? അല്ലേ ഞാനാണ് അടിപൊളി. ഞങ്ങൾ വീണ്ടും ദേവിയെ കാണാൻ വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ സമയം ഒരു 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരു 3 പ്രാവശ്യം ദേവിയെ വീണ്ടും കയറി കണ്ടു. നല്ല പോലെ പ്രാർത്ഥിക്കാൻ പറ്റി. കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചു. നല്ലപോലെ ദേവിയെ കണ്ടു. മനസ്സിന് ഒത്തിരി സന്തോഷമായി. അതുപോലെ തന്നെ ഇറങ്ങി വന്നപ്പം അവിടെ ഒരു തിരുവാതിര കളി ഉണ്ടായിരുന്നു, കുറേ ചേച്ചിമാരുടെ. അവരുടെ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ഒരുപോലെ തന്നെയായിരുന്നു. എല്ലാം നല്ല സൂപ്പറായിട്ട് എല്ലാവരും കളിച്ചു. എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ദേവിയെ ഒരു പ്രാവശ്യം കാണാൻ വന്ന ഞങ്ങൾക്ക് 4 പ്രാവശ്യമാണ് ഞങ്ങൾക്ക് ദർശനം ലഭിച്ചത്. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഡാൻസൊക്കെ കണ്ട് എൻജോയ് ചെയ്തു.
പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പിന്നെയും മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റ് വന്നു. ഞങ്ങളൊരു വെറൈറ്റി സാധനമാണ് ട്രൈ ചെയ്തത്, ചൗവരി വട എന്ന് പറയും. ഇതിന് കോമ്പിനേഷനായിട്ട് വരുന്നത് തൈരും അതിനകത്ത് പഞ്ചസാര ഇട്ടാണ് നമുക്ക് തരുന്നത്. കുഴപ്പമില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിച്ചു. ഞങ്ങൾ ഒരു 5:15 ആയപ്പം അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ തിരിക്കാൻ പോവുകയാണ്. കൊട്ടാരക്കര കൊല്ലൂർ മൂകാംബിക KSRTC ബസ്സിലാണ് പോകുന്നത്. കൊല്ലൂരാണ് പിക്കപ്പ് പോയിൻ്റ് വരുന്നത്. ഞങ്ങൾ AC സീറ്റ് കം സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്. 4 പേർക്കും കൂടെ 4246 രൂപയാണ് ആയത്. ഇതൊരു 5:45 ആകുമ്പോഴാണ് പിക്കപ്പ് പോയിന്റിൽ എത്തുന്നത്. യാത്രയൊക്കെ കുഴപ്പമില്ലായിരുന്നു, എല്ലാം സുഖകരമായിരുന്നു. ഫുഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നിർത്തി തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോയ KSRTC ബസ്. എല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പം കോട്ടയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ആദ്യത്തെ മൂകാംബിക ട്രിപ്പായിരുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.